ഹലോ, അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വേറൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ജീരകക്കഞ്ഞി. ജീരകക്കഞ്ഞി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? നോമ്പ് തന്നെയാണ് അല്ലേ? എല്ലാവരും നോമ്പ് മാസത്തിലാണ് ജീരകക്കഞ്ഞി ഉണ്ടാക്കാറ്. ഇപ്പം എന്തായാലും നോമ്പ് തന്നെയാണ്. ഹജ്ജ് മാസം പിറന്നിട്ടുണ്ട്, 10 നോമ്പുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു ജീരകക്കഞ്ഞി ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ബസ്മതി റൈസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കപ്പ് ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും 1 ബൗളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ ഉപ്പ്, മല്ലിപ്പൊടി, ഗരം മസാല, അതൊക്കെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ആശാളി, കുരുമുളക്, ജീരകം, ചുക്ക്, ഉലുവ, പിന്നെ ചതക്കുന്നതിന് വേണ്ടി 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ മിക്സിയിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ, നല്ല ജീരകം, രണ്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഈ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചിട്ടുണ്ട്. അരച്ചെന്ന് പറയാൻ നേരത്ത് നല്ല വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നല്ലപോലെ അരയണം. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പ് വെള്ളം ഞാൻ കുക്കറിൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അരി എന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്കിപ്പോൾ ബാസ്മതി റൈസ് തന്നെ എടുക്കണം എന്നില്ല. നമുക്ക് സാധാരണ ചോറ് വെക്കണ അരിയിലോ അല്ലെങ്കിൽ പച്ചരിയിലോ നമുക്ക് ഈ ജീരകക്കഞ്ഞി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് നമ്മൾ കുക്കറിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ ആ 1 കപ്പിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം കപ്പിൻ്റെ അളവ് കണക്കൊന്നുമില്ല. കഞ്ഞി നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ്. നമുക്കിപ്പോൾ വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറയ്ക്കുകയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് അരി നന്നായിട്ട് കഴുകി വാർത്ത് എടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. തിള വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇടാം. അപ്പം നമ്മൾ ഇപ്പം അരി തിളച്ചിട്ട് വെള്ളം തിളച്ചു, അതിലേക്ക് നമ്മൾ അരി ഇട്ടു. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ, കുരുമുളക്, ആശാളി, അങ്ങനെയുള്ള ഐറ്റംസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നതാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇപ്പോൾ 1.25 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, 1 നുള്ളു ഗരം മസാല ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ച് വിസിലിടാം. ഇപ്പം നമ്മുടെ അരിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് 3 വിസിലാണ് ഇതിനിട്ടത്. 3 വിസിലായപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നല്ല അരിയും നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കൊടുക്കാം. ഇല്ല, അങ്ങനെയല്ല, ഇച്ചിരി കുറുക്കത്തോടു കൂടി കുടിക്കണതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ നമ്മൾ ഓൾറെഡി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിപ്പം നമ്മൾ തേങ്ങ അരച്ചതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ മിക്സി ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഉള്ളി താളിച്ച് ഒഴിക്കാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെറുതെ നേരിട്ട് നെയ്യ് ഒഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ആ നെയ്യുടെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി.
നമ്മുടെ സ്വാദിഷ്ടമായ ജീരകക്കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. താങ്ക്